ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ശ്ലോകം 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർത്തദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. പദം ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധ്വദേശം അഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുത ആത്മൻ. അർത്ഥം: അത്ഭുതാത്മാവും ഈശാനുമായ അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം 14 ലോകങ്ങളിലായി രൂപം കൊണ്ട അങ്ങയുടെ പാദങ്ങളുടെ അടിഭാഗത്തെ പാതാളം എന്ന് പറയുന്നു. ലീലാസക്തനായ ദേവ, അങ്ങയുടെ പുറവടികളെ രസാതലമെന്നും 2 നെര്യാണികളെ മഹാതലമെന്നും പറയുന്നു. ശ്ലോകം 2. ജംഘേ തലാതലമഥോ സുതലം തജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബരമങ്കനാഭർ വക്ഷസ്രചക്രനിലയസ്തവ ചക്രവാണേ. പദം: ജംഘേ തല അതലം അധോ സുതലം ച ജാനു കിഞ്ച ഊരു ഭാഗയുഗളം വിതല അതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരം അംഗനാഭി വക്ഷ ച ചക്രനിലയ തവ ചക്രപാണേ. അർത്ഥം: ചക്രപാണിയായ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മുഴങ്കാലുകൾ തലാതലമെന്നും 2 കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലം അതലം എന്നും ഭവിക്കുന്നു. അരക്കെട്ടിൻ്റെ മുൻഭാഗം ഭൂലോകമായും പൊക്കിൾക്കുഴി ആകാശമായും വക്ഷസ് ചക്രനിലയമായ സ്വർലോകമായും ഭവിക്കുന്നു. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ജജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യേർനിബദ്ധവക്ഷേ ഭഗവൻ നമസ്തേ. ഗ്രീവ മഹാ തവ മുഖം ച ജന തവ തു ഫാലം ശിര തവ സമസ്തമയസ്യ സത്യം ഏവം ജഗത് മയ തനോ ജഗത് ആശ്രിതൈ അഭി അന്യൈ നിബദ്ധ വൗഷേ ഭഗവൻ നമസ്തേ. അർത്ഥം: സമസ്തമായ അങ്ങയുടെ മഹർലോകവും മുഖം ജനലോകവും നെറ്റി തപോലോകവും ശിരസ് സത്യലോകവുമായി ഭവിക്കുന്നു. ജഗന്മയ തനുവായ ഭഗവാനെ, ഇപ്രകാരം ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവയാലും നിബദ്ധമായ വപസ്സോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം. പദ്യം 4. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസിജില്ലിയുഗളം ദ്രുഹണസ്യ ഗേഹം പശ്മാണി രാത്രി ദിവസോ സവിതാച നേത്രേ. പദം: ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ത ഛന്ദാംസി കേശവ ഘന തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹണസ്യ ഗേഹം പശ്മാണി രാത്രി ദിവസൗ സവിത ച നേത്രേ. അർത്ഥം: വിശ്വത്തിന് കാരണഭൂതനും ഈശ്വരനുമായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രം ഛന്ദസ്സുകളാകുന്നു. അല്ലയോ കേശവ, അങ്ങയുടെ കേശപാശങ്ങൾ മേഘങ്ങളാകുന്നു. ഉല്ലസിക്കുന്ന 2 പുരികങ്ങൾ ബ്രഹ്മാവിൻ്റെ ഭവനമാകുന്നു. കൺപീലികൾ രാത്രിയും പകലും ആകുന്നു. 2 കണ്ണുകൾ സൂര്യനാകുന്നു. ശ്ലോകം 5. നിശേഷ വിശ്വരചനാജ കടാക്ഷമോക്ഷ കർണൗ ദിശോശിയുഗളം തവ നാസികേ ദ്വേ ലോപത്രപേജ ഭഗവൻ അതരോത്തരോഷ്ട്രൗ താരാഗണാശ്ചദശന ശമനശ്ച ദംഷ്ട്രാ. പദം: നിശേഷ വിശ്വരചന ച കടാക്ഷ മോക്ഷ കർണൗ ദിശ അശ്വിയുഗളം
തവ നാസികേ ദ്വേ ലോഭത്രവേ ജ ഭഗവൻ അതര ഉത്തര ഓഷ്ട്രവു താരാഗണ ച ദശന ശമന ച ദംഷ്ട്ര. അർത്ഥം: അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കടക്കണ്ണോട്ട സമസ്ത വിശ്വത്തിൻ്റെയും നിർമ്മിതിയാണ്. അങ്ങയുടെ കർണങ്ങൾ ദിക്കുകളും 2 നാസികാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരും കീഴ്ചുണ്ടും മേൽചുണ്ടും ലോഭം ലജ്ജ എന്നിവയും പല്ലുകൾ നക്ഷത്രഗണങ്ങളും ദംഷ്ട്രം യമനും ആകുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.